ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള കുറച്ചധികം വെറൈറ്റീസ് ഉണ്ട്. ഒരു 12ലധികം വെറൈറ്റീസ് ഓൺ റൂട്ടഡ് പ്ലാന്റ്സുമായിട്ടാണ് കേട്ടോ. അതുപോലെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചെയ്തിരുന്ന മൾട്ടി ഗ്രാഫ്റ്റഡും അതുപോലെ 3 വെറൈറ്റി ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ്സും ഉണ്ടായിരുന്നു. ആ 3 വെറൈറ്റീസും നമ്മൾ നല്ല രീതിയിൽ വിറ്റഴിഞ്ഞ പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളത് അതിൻ്റെ ഒരു സെക്ഷൻ അടുത്തത് ഇന്ന് മുതൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. റൂട്ടഡ് ബോഗൺവില്ലാസിൻ്റെ സൈസാണ് ഈ കാണുന്നത്. ഇതെല്ലാം നമുക്ക് ID കൺഫേം ആയ പ്ലാന്റ്സ് ആണ്. അതുപോലെ തന്നെ ബ്ലൂമിങ് സ്റ്റേജിൽ എത്തി നിൽക്കുന്ന പ്ലാന്റ്സ് കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കയ്യിൽ ഒരു 2 മാസത്തിൻ്റെ അടുത്തായി പ്ലാന്റ്സ് നമ്മൾ സ്റ്റോക്ക് വെച്ചിട്ട്, അപ്പോൾ അതൊന്ന് നമ്മുടെ കാലാവസ്ഥയുമായിട്ട് സെറ്റായി കഴിഞ്ഞിട്ട് മാത്രം നമുക്ക് സെയിൽ നടത്താം എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും നാളും നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അതിനിടയിൽ കുറേ പേര് നമുക്ക് ബോഗൺവില്ല ഇല്ലേന്ന് ചോദിച്ച് വന്നപ്പോൾ നമ്മൾ കുറച്ച് ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സെക്ഷൻ നമ്മുടെ കയ്യിൽ നിന്ന് വളരെ പെട്ടെന്നാണ് കേട്ടോ. ഒരു 4-5 ദിവസം കൊണ്ടാണ് നമ്മുടെ കയ്യിൽ നിന്ന് അത് സെയിലായി പോയത്. എല്ലാം കഴിഞ്ഞു. അപ്പം ഇനി കുറച്ച് പേര് പേയ്മെൻറ്റ് ഇട്ടിരിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം നമ്മൾ നാളെ മുതൽ പ്ലാന്റ്സ് അയച്ചു തുടങ്ങി. അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞിരിക്കുന്ന ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ സെയിലിന് തയ്യാറായാൽ പറയണം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിൽ പേയ്മെൻറ്റ് തന്നിരിക്കുന്നവരുണ്ട്. പ്ലാന്റ്സ് സെറ്റായി കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഇടാമെന്ന് പറഞ്ഞവരുണ്ട്. അപ്പോൾ നാളെ അവർക്കെല്ലാം ഉള്ള പ്ലാന്റ്സ് നമ്മൾ അയച്ചു തുടങ്ങും കേട്ടോ. നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള 12 വെറൈറ്റീസ് റൂട്ടഡ് ബോഗൺവില്ലാസ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റൂബി റെഡ്, ഫയറോപാല്, ഫ്ലെയിം റെഡ്, അർജുന, ചോക്ലേറ്റ് ബ്രൗൺ, ഗോൾഡൻ സൺഷൈൻ, ക്രിസ്റ്റീന, സൂഫിയ ഇന്ത്യാന, മൗണ്ട് റിംഗ്, സ്പ്ലാഷ്, ഗോൾഡൻ റാവു, അതുപോലെ തന്നെ ഫ്ലൈ ബൈറ്റ്സ്, ഇത്രയും വെറൈറ്റീസാണ് കേട്ടോ ഉള്ളത്. കഴിഞ്ഞ വർഷം വരെയൊക്കെ നമുക്ക് നമ്മുടെ സീസൺ കഴിയണതോട് കൂടിയിട്ടാണ് കുഞ്ഞു റേറ്റിലുള്ള പ്ലാന്റ്സ് കിട്ടിയിരുന്നത്. പക്ഷേ ഇത്തവണ പലരും ഒരുപാട് സെല്ലേഴ്സ് നല്ല കുറേ പ്ലാന്റ്സ് കുറഞ്ഞ റേറ്റിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പം നമ്മളും അതിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ വെയിറ്റ് ചെയ്തിരുന്നത്. എന്നാലും ചില പ്ലാന്റ്സിനുള്ള നമ്മുടെ കയ്യിൽ റേറ്റ് ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അത്യാവശ്യം നല്ല പ്ലാന്റ്സ് തന്നെയാണ്. പിന്നെ നമ്മൾ സ്റ്റോക്ക് വന്ന് ഇന്നിപ്പോൾ സ്റ്റോക്ക് വന്നു നാളെ ഓർഡർ എടുത്ത് അയക്കുക, അങ്ങനത്തെ ഒരു പരിപാടിയല്ല. നമ്മുടെ കയ്യിൽ ഇരുന്നിട്ട് സെറ്റായതിനു ശേഷം മാത്രം അയക്കുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇതെല്ലാം നമ്മൾ ഇനിയും നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ അതിങ്ങനെ ഓരോ സെക്ഷനാക്കി തിരിച്ചിട്ട് മാത്രമേ സെയിലിനുള്ളൂ. നമ്മളെല്ലാം കൂടി വാരി വലിച്ച് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഈ കാണുന്നതായിരുന്നു നമ്മുടെ ഗ്രാഫ്റ്റഡ് വെറൈറ്റീസ്. അപ്പോൾ ഇതിനകത്ത് 3 വെറൈറ്റീസാണ് വരുന്നത്. തോങ്ലാങ് റെഡ്, ജീഷ്യ, അതുപോലെ തന്നെ അഡർണ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളും നമ്മൾ എങ്ങനെയാണ് ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ്സ് പാക്ക് ചെയ്യുക എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് സംശയമുള്ളവർക്ക് ആ ഒരു വീഡിയോ കാണാം കേട്ടോ. കാരണം നമ്മുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ്സ് എത്തുമ്പോൾ അത് മുറിഞ്ഞു പോവോ എന്നൊക്കെ സംശയമുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ കാണുന്നതെല്ലാം നമ്മൾ റൂട്ടഡ് പ്ലാന്റ്സിൻ്റെ സൈസും അതുപോലെ അതിൻ്റെ റേറ്റുമാണ്. അപ്പോൾ നമ്മൾ ഇത് ഓരോ വീഡിയോസിലും നമ്മുടെ ഓരോ പ്ലാന്റ്സിൻ്റെയും റേറ്റ് കാണിക്കാറുണ്ട്. അതൊന്നിനുമല്ല, നിങ്ങൾക്ക് റേറ്റും സൈസും കണ്ടിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം നമുക്ക് വാട്സപ്പ് ചെയ്യാം. ദയവ് ചെയ്തിട്ട് ആഹാരം കോൾ ചെയ്യരുത് കേട്ടോ, നല്ല തിരക്കാണ്. അതിപ്പോൾ ഈ ഇത്രയും വൈകി ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യാനായിട്ട്. ഇപ്പോൾ നാളെ രാവിലെ മുതൽ നമ്മൾ വീണ്ടും ഓർഡർ എടുക്കുക, പാക്ക് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ പ്ലാൻസ് എടുക്കുന്ന ഓരോരുത്തരോടും നമുക്ക് ഇനി ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുകയാണ്. നമ്മൾ തരുന്ന പ്ലാൻസ് നിങ്ങളുടെ കയ്യിലുള്ള മണ്ണ് ഏതാണോ ആ മണ്ണിനകത്ത് മാത്രം വെക്കുക. യാതൊരു പോട്ടി മിക്സും ചേർക്കാതെ ഇതേപോലെ ചട്ടിയിലൊക്കെ വെക്കുക. എന്നിട്ട് നല്ല രീതിയിൽ വെള്ളമൊക്കെ കൊടുത്ത് തണലത്ത് വെച്ച് സെറ്റായതിന് ശേഷം മാത്രം നിങ്ങൾ പുറത്തേക്ക് വെച്ചോളൂ കേട്ടോ. യാതൊരു പേടിയും പേടിക്കേണ്ട. 2-3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇതെല്ലാം നല്ല രീതിയിൽ ഫ്ലവർ വന്ന് തുടങ്ങും. പരമാവധി സ്പീഡായിട്ട് തന്നെ നിങ്ങളുടെ എല്ലാ പ്ലാന്റ്സും നമ്മൾ അയക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് രാത്രിയൊക്കെ ഇരുന്ന് ഓർഡർ എടുത്ത് ഒരുപക്ഷെ നാളെ ഉച്ചവരെയൊക്കെ എടുക്കുന്ന ഓർഡർ നാളെ തന്നെ പരമാവധി നമ്മൾ കയറ്റിവിടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ ഇപ്പോൾ നമ്മളൊരു 6:30 ഒരു ടൈമായി DTDCയിൽ പോയി വരുമ്പോൾ. ഇന്നിപ്പോൾ 2 തവണ നമ്മൾ ലോഡ് കൊണ്ടുകൊടുത്ത് വന്നിരിക്കും. ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റ്സിൻ്റെ ഡീറ്റെയിൽസ്. വരും ദിവസങ്ങളിൽ ഇനിയും പുതിയ വെറൈറ്റീസുമായിട്ട് നമ്മൾ വരും. മറ്റ് പുതിയ വെറൈറ്റീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.